ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. ഞാനും മോളും ഇന്ന് പൊങ്കാല ഇടാൻ പോകുന്നുണ്ട്. രാവിലെ തന്നെ അതിന് വേണ്ടി എണീറ്റ് റെഡിയായി ഫസ്റ്റ് ഒരു ചായ ഇട്ട് കുടിക്കാം. അങ്ങനെ ചായ കുടിച്ച് ഞങ്ങൾ ഇറങ്ങുകയായി. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ സ്കൂട്ടിയിലാണ് ഇപ്പോൾ പോകുന്നതെങ്കിലും ഞങ്ങൾ മെട്രോയിലാണ് പോകുന്നത്. ഇത് ചെന്നൈയിലാണ് കേട്ടോ, ആറ്റുകാലിലല്ല. ചെന്നൈ മീനമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ മീനമ്പാക്കം ഏകദേശം എത്താറായി. മെട്രോയിലായി പോയിക്കൊണ്ടിരിക്കുന്നത്. മെട്രോയിലെ കാഴ്ചകൾ കാണുക. അങ്ങനെ മീനമ്പാക്കം നമ്മൾ എത്തേണ്ട സ്ഥലം ആയി. അവിടെയാണ് നമ്മൾ എല്ലാ വർഷവും ഈ സ്ഥലത്ത് തന്നെ നമ്മൾ പൊങ്കാല ഇടുന്നത് കേട്ടോ. ഇതൊരു സംഘടന നടത്തുന്ന പൊങ്കാല, 10 വർഷമായിട്ട് നടത്തുന്നത്. ഇത് ഞങ്ങളുടെ 6ാമത്തെ പൊങ്കാല. ഈ പൊങ്കാലയ്ക്ക് ഇനിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനും മോളും കൂടെ ചേർന്നാണ് ഇടുന്നത് കേട്ടോ. അവിടെ 2ാമത്തെ, എൻ്റെ 6ാമത്തെ. അങ്ങനെ ആദ്യം പോയി സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് എല്ലാം നമ്മൾ റെഡിയായി. ഓരോരുത്തരും ഓരോരോ സ്ഥലമൊക്കെ. ഭയങ്കര വെയിൽ, തണലെല്ലാം നോക്കി പോകണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ സഹായിച്ചില്ല. ഇതേ സ്ഥലവും ഭയങ്കര വെയിലാട്ടോ. എല്ലാവരും ആറ്റുകാൽ അമ്മയ്ക്ക് 6ാമത്തെ വർഷമായിട്ട് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല ഇടുകയാണ്. വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന ദിവസമാണെങ്കിൽ ഞങ്ങളുടെ ചെറിയ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അമ്മയുടെ മുമ്പിൽ പറഞ്ഞ് സബലീകരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഓരോ വർഷം ഞങ്ങൾക്ക് വരാനുള്ള പ്രയോജനം. കഴിഞ്ഞ വർഷം എനിക്ക് വരാൻ പറ്റിയില്ല, മോള് പ്രസവിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വർഷം, കഴിഞ്ഞ വർഷം എനിക്ക് വേണ്ടി മോളെല്ലാവരും ഇവിടെ വന്ന് പൊങ്കാല ഇടുന്ന എല്ലാവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട് അമ്മയോട് ആഗ്രഹിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടംപോലെ കനിഞ്ഞ് നൽകട്ടെ അമ്മ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാകാൻ അമ്മ അനുഗ്രഹിക്കും. എല്ലാവരെയും ചോദിച്ചു പ്രാർത്ഥനകൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും ആഗ്രഹങ്ങൾ ഭഗവതി നടത്തിത്തരും. അങ്ങനെ നല്ല വെയിലെത്തിരുന്നുണ്ട്. എല്ലാവരും പൊങ്കാലയ്ക്ക് അടുപ്പ് കത്തിക്കാൻ തുടങ്ങി. എല്ലാവരും ഏകദേശം. ഇതാണ് മോളതോ ഇരിക്കുന്ന കണ്ണുന്നില്ല. അവൾക്കിതൊക്കെ അത്ര വലിയ അനുഭവമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും അവൾ വെച്ചെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഈ പ്രാവശ്യം വലിയ കുഴപ്പമില്ല. അവൾക്ക് എല്ലാം അഡ്ജസ്റ്റ് ആയി. നിർഭരമായ ഒരു കാഴ്ച തന്നെ കാണുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ മോടെ പൊങ്കാല തിളച്ച് തൂവുന്നു. ഇത് തൂവുമ്പോൾ ഉള്ള സന്തോഷം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും നമ്മൾ കാത്തിരുന്ന് നമ്മൾ ചെയ്യുന്നതല്ലേ. ഒരു വർഷത്തെ കാത്തിരിപ്പാണ് നമ്മൾ. ഇനി അടുത്ത വർഷം ഇതുപോലെ നമ്മൾ പൊങ്കാലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. എപ്പോഴാണ് നോക്കിയിരിക്കുന്നതാണ്. അങ്ങനെ ശർക്കര ഇടുന്നു. ഏകദേശം എല്ലാവരും കുറച്ച് പേരുടെയൊക്കെ റെഡിയായി. എൻ്റേത് ആദ്യം റെഡിയായി. മോടടുപ്പിലാണ് ഇപ്പം റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. അവൾക്ക് ചൂട് സഹിക്കാൻ വയ്യാതെ കണ്ണാടിയൊക്കെ വെച്ചിട്ടായിരിക്കുന്നത്. അങ്ങനെ പൊങ്കാല എല്ലാം റെഡിയായി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. അങ്ങനെ പിന്നെ ദേവിയെ തൊഴുതു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു വരികയായി. അങ്ങനെ ഒരു 4 മണിയോടെ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി അടുത്ത വർഷത്തിൻ്റെ കാത്തിരിപ്പുമായി എല്ലാവർക്കും വിട പറയാം.